എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാമത്തെ അധ്യായമായ ഭൂപടങ്ങൾ വായിക്കാം എന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഭൂപടങ്ങളെന്നും ഭൂപടങ്ങളുടെ ചരിത്രം എന്താണെന്നും ഭൂപടങ്ങളുടെ ഉപയോഗം എന്താണെന്നും ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും വ്യത്യസ്തതരം ഭൂപടങ്ങൾ ഏതൊക്കെയാണ് എന്നും തീമാറ്റിക് ഭൂപടം എന്താണ് എന്നും ഭൂപടങ്ങളെ തരംതിരിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഭൂപടങ്ങളെ തരംതിരിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഭൂപടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഭൂപട വർഗീകരണം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഭൂപട വർഗീകരണം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഭൂപട വർഗീകരണം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഭൗതിക ഭൂപടങ്ങൾ എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. അതിൽ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യ നിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം എന്നും പറയുന്നത്. ഇത് ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഭൂപടങ്ങൾ നമ്മൾ തരംതിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും തോതിൻ്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ. ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും. നിങ്ങൾക്കിത് എന്താണെന്ന് വീണ്ടും നോക്കാം. ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്ന് പറയുന്നത്. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ആണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം അറ്റ്ലസും ചുമർ ഭൂപടവും. നമുക്ക് എന്താണ് അറ്റ്ലസ് ഭൂപടം എന്നുള്ളത് നോക്കാം. വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിൽ ആക്കുന്നതിനെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, മണ്ണിനങ്ങൾ, ധാതുക്കളുടെ വിതരണം, കൃഷിയിടങ്ങൾ, ജനസംഖ്യാ വിതരണം, റോഡുകൾ, റെയിൽവേ പാതകൾ മുതലായ സവിശേഷതകളാണ് അറ്റ്ലസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലസ് ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കുക. അതിനെയാണ് നമ്മൾ അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അറ്റ്ലസ് ഉണ്ട്, പ്രാദേശിക അറ്റ്ലസ് ഉണ്ട്, ദേശീയ അറ്റ്ലസ്. ഇവയൊക്കെ അറ്റ്ലസ് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് ചുമർ ഭൂപടങ്ങൾ എന്ന് നോക്കാം. കൂടുതൽ വലുപ്പത്തിൽ വ്യക്തമായി വരയ്ക്കപ്പെടുന്നത് കൊണ്ട് ചുമർ ഭൂപടങ്ങൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ്. ലോകത്തെ മൊത്തമായോ അല്ലെങ്കിൽ ഓരോ അർദ്ധഗോളത്തിൽ പ്രത്യേകമായോ പ്രതിനിധാനം ചെയ്യുന്ന ചുമർ ഭൂപടങ്ങൾ ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ മാത്രമായും ചുമർ ഭൂപടങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇവ ആവശ്യാനുസരണം വിവിധ തോതുകളിൽ വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ ചുമർ ഭൂപടം എന്ന് പറയുന്നത്. അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതിനെയാണ് അറ്റ്ലസ് ഭൂപടം എന്ന് പറയുന്നത്. ചുമർ ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ മാത്രം ചുമർ ഭൂപടങ്ങൾ നിർമ്മിക്കാം. ഇവ ആവശ്യാനുസരണം വിവിധ തോതുകളിൽ വരയ്ക്കാം. അതുപോലെ തന്നെ ലോകത്തെ മൊത്തമായോ ഓരോ അർദ്ധഗോളത്തിൽ പ്രത്യേകമായോ
പ്രതിനിധാനം ചെയ്യുന്ന ചുമർ ഭൂപടങ്ങളും ഉണ്ട്. ഇതാണ് ചുമർ ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് നോക്കാം. താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജോ വാർഡോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നത് എങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ തോത് ഭൂപടത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കാഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. അപ്പോൾ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജോ വാർഡോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നത് എങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വലിയ തോത് ഭൂപടം എന്താണെന്ന് നോക്കി. ഇനി എന്താണ് കാഡസ്ട്രൽ ഭൂപടം എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നർത്ഥമുള്ള കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കാഡസ്ട്രൽ എന്ന പദം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇത്തരം ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. ഗ്രാമഭൂപടങ്ങൾ ഈ കാഡസ്ട്രൽ ഭൂപടത്തിനൊരു ഉദാഹരണമാണ്. ഗ്രാമഭൂപടങ്ങളിൽ ഈ ഒരു വില്ലേജ്, വാർഡ് അതിലൊക്കെയാണ് നമ്മൾ ഗ്രാമഭൂപടങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി എന്താണ് ധരാതലീയ ഭൂപടം? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിവ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു. ഇതിനെയാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കാഡസ്ട്രൽ ഭൂപടം എന്നും എന്താണ് ധരാതലീയ ഭൂപടം എന്നും പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഭൂപടങ്ങളെ തരംതിരിക്കാന്ന് പറഞ്ഞത്, ഭൂപടങ്ങളെ വർഗീകരണം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം, വൻകരകൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ അവിടുത്തെ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ്, വാർഡ് തുടങ്ങിയവയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അതിൽ ഒട്ടേറെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടത്തിൻ്റെ ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങളുടെ ഉദാഹരണങ്ങളാണ് കാഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂപടങ്ങൾ എന്നും അവയുടെ വർഗീകരണം എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഭൂപട വായന. എന്താണ് ഭൂപട വായന? ഭൂപടങ്ങളിലെ തോത്, ദിശ, അതിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച്
വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഭൂപട വായന എന്നത് സാധ്യമാവുകയുള്ളൂ. ഭൂപട വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂപടത്തിൽ അതിൻ്റെ തോത്, ദിശ, അതിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയൊക്കെ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാലാണ് ഭൂപട വായന സാധ്യമാവുകയുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഭൂപടങ്ങളിലെ തോത് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആ ആനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. തോത് പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഉള്ളത്: പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. പ്രധാനമായിട്ട് 3 രീതിയിലാണുള്ളത്: പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. പ്രസ്താവന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ. ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ തോത് എന്നാണ് പറയണത്. അതായത് ഒരു ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഭൂമിയിലെ 5 കിലോമീറ്ററിന് തുല്യമാണ് എന്നാണ് ഈ പ്രസ്താവന രീതിയിൽ പറയുന്നത്. 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്നാണ് തോത് പറയുന്നതെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ 5 കിലോമീറ്ററിന് തുല്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭൂപടത്തിൽ 25 സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഭൂമിയിലെ അകലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 25 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു 25 കിലോമീറ്റർ നമുക്ക് ഒരിക്കലും ഒരു ഭൂപടത്തിലോ പേജിലോ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ കിലോമീറ്ററിനെ സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ പേപ്പറിൽ വരയ്ക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 5 × 5 ആണ് എന്ത്? 25. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം പറഞ്ഞു 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ്. അപ്പോൾ 5 × 5 ആകുമ്പോൾ 25 കിലോമീറ്ററായി. ഞാൻ എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം. ഒരു ഭൂപടത്തിൽ 25 ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 25 സ്ഥലം. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഭൂമിയിലുള്ള അകലം എന്ന് പറഞ്ഞാൽ അത് 25 കിലോമീറ്ററാണ്. ഈ കിലോമീറ്റർ നമുക്ക് ഒരിക്കലും ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിലോമീറ്ററിനെ എന്താക്കും? സെൻറ്റിമീറ്റർ ആക്കും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ × 5 ആകുമ്പോൾ നമുക്ക് എന്താണ്? 25 കിലോമീറ്റർ. ഇതാണ് നമ്മൾ പ്രസ്താവന രീതിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ഭിന്നക രീതി. ഭിന്നക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസ്റ്റു കണക്കാണ്. അപ്പോൾ 1:5 ലാക്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ സെൻറ്റിമീറ്റർ കണക്ക് അറിയണമെന്നില്ല. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പം മറ്റ് രാജ്യങ്ങൾ അത് ഇഞ്ച് കണക്കിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ 1 സെൻറ്റിമീറ്റർ = 5 ലക്ഷം സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഇഞ്ച് കണക്കിലാണ് പറയുക. 1 ഇഞ്ച് = 5 ലക്ഷം ഇഞ്ച് എന്നാണ് മറ്റ് രാജ്യങ്ങളിൽ പറയുക. ഇതിനെയാണ് നമ്മൾ ഭിന്നക രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസ്താവന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ 5 കിലോമീറ്ററിന് തുല്യമാണ്. എന്നാൽ ഭിന്നക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻറ്റിമീറ്റർ കണക്കല്ല കൊടുക്കുന്നത്, പകരം ഈസ്റ്റു കണക്കിലാണ് ഭിന്നക രീതിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് രേഖാരീതി എന്ന് പറയുന്നത്. രേഖാരീതി എന്ന് പറഞ്ഞാൽ ഒരു സ്കെയില് പോലെ ആയിരിക്കും. അത് ഭൂപടം വലുതായാലും ചെറുതായാലും ഈ രേഖയ്ക്ക് വലുപ്പം കൂടും ചെയ്യും കുറയും ചെയ്യും. അത് വലുപ്പം ആ ഭൂപടം വലുതാവുമ്പോൾ രേഖയും വലുതാവും, ഭൂപടം ചെറുതാവുമ്പോൾ രേഖയും ചെറുതാകും. ഇതാണ് രേഖാരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രസ്താവന രീതിയും ഭിന്നക രീതിയും വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരില്ല. അത് ഈ രേഖാരീതിയിൽ മാത്രമാണ് വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരികയുള്ളൂ. ഇതിനെയാണ് നമ്മൾ രേഖാരീതി എന്ന് പറയുന്നത്. ഈ ഭൂപടങ്ങളിലെ തോത് എന്ന ഭാഗം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് എന്ന് പറയുന്നത്. തോത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്: പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. പ്രസ്താവന രീതി എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ തുല്യമാണ് എന്നാണ് പറയുന്നത്. ഭിന്നക രീതി എന്ന് പറഞ്ഞത് ഈസ്റ്റു കണക്കാണ്. 1:5 ലക്ഷം എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ സെൻറ്റിമീറ്റർ കണക്കില്ല. മറ്റ് രാജ്യങ്ങളിൽ ഇഞ്ച് കണക്കാണ് ഭിന്നക രീതിയിൽ പറയുന്നത്. രേഖാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കെയില് പോലെ ആയിരിക്കും. നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, സ്കെയില് പോലെ ആയിരിക്കും. അത് ഭൂപടം വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുമ്പോൾ ആ രേഖയ്ക്കും വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യാം. എന്നാൽ മറ്റ് 2 രീതികളിൽ അങ്ങനെ പറ്റില്ല, അനുസരിച്ച് മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ എടുത്ത ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ, എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു. ചെറിയ തോതിന് ഉദാഹരണമായ അറ്റ്ലസ് ഭൂപടം എന്താണെന്ന് പറഞ്ഞു. ചുമർ ഭൂപടം എന്താണെന്ന് പറഞ്ഞു. വലിയ തോതിന് ഉദാഹരണമായ കാഡസ്ട്രൽ ഭൂപടം എന്താണെന്നും ധരാതലീയ ഭൂപടം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഭൂപട വായനയെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഭൂപടങ്ങളിലെ തോതിനെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള വർക്കാണ് കാഡസ്ട്രൽ ഭൂപടങ്ങളും ധരാതലീയ ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യത്യസ്ത തരം ഭൂപടങ്ങളും അവയുടെ ഉപയോഗങ്ങളും ഉൾക്കൊള്ളുന്ന കുറിപ്പ് തയ്യാറാക്കുക. മൂന്നാമത്തതാണ് തോതിനെ ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം, ഓരോ രീതിയുടെയും പ്രത്യേകത എഴുതുക. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസായിട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ് കേട്ടിട്ട് എല്ലാവരും ഇതിനുള്ള ഉത്തരം എഴുതി അയച്ചു തരണം. ഇന്നെടുത്ത ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർക്ക് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.